ഇനിയിപ്പോൾ 26-ാം തീയതി അവിടെ തങ്കഅങ്കി പുറപ്പെടും. 27-ന് മണ്ഡലപൂജയാണ്. 26-ന് നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയും സന്നിധാനത്ത് വരും. സന്നിധാനത്താണോ പമ്പയാണോ എന്ന് എനിക്ക് അത്ര നിശ്ചയം പോരാ. ഏതായാലും ഒരു റിവ്യൂ, മകരവിളക്കിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയുള്ളൊരു റിവ്യൂ 26-ാം തീയതി നടക്കും. അത് ദേവസ്വം മന്ത്രി കൂടെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗാണത്. കാരണം മകരവിളക്കിൻ്റെ ക്രമീകരണങ്ങൾ വേറെ തരത്തിലാണ്. മകരവിളക്കിന് വരുന്ന ഭക്തന്മാരുടെ പെരുമാറ്റ രീതികളും അവരുടെ ശീലങ്ങളുമൊക്കെ വ്യത്യസ്തമാണ്. അവർ പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് വരുന്നവരല്ല. അവർ കാട്ടിലൊക്കെ തമ്പടിക്കുക, പർണശാല കെട്ടുക, അവർക്ക് ചില ഇഷ്ടപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്, താവളങ്ങളുണ്ട്, അവിടെ നിന്ന് മകരവിളക്ക് കാണുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അത് തെറ്റാണെന്നല്ല, പക്ഷേ സ്വയം അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷിതത്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ 26-ാം തീയതിയുള്ള മീറ്റിങ്ങിൽ എടുക്കും. പാഞ്ചാലിമേട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്നാൽ മകരവിളക്ക് കാണാം. പക്ഷേ അപകടം ക്ഷണിച്ച് വരുത്തുന്ന സ്ഥലങ്ങളിൽ പോയി അവർ മകരവിളക്ക് കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം. കാനനപ്പാത വഴി വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങളും അവരെ പാസ് തുടങ്ങിയ സൗകര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സത്രം, പുല്ലുമേട് വഴി വരുന്നവർക്ക് പലപ്പോഴും ഇവിടെ നമ്മൾ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം കുറച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ആ വഴി വരാനുള്ളൊരു പ്രവണതയുണ്ട്. അത് പലപ്പോഴും അറിഞ്ഞുകൂടാതെ വളരെ ദുർഘടമായിട്ടുള്ള പാതയിൽ വന്നെത്തി പ്രായമേറിയവർ, അസുഖമുള്ളവരൊക്കെ അവിടെ കൂടെ ഒരുപാട് ദൂരം നടന്നു വരേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് വാസ്തവത്തിൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമൊക്കെ നമ്മളിത് പ്രചരിപ്പിക്കണം. ആരോഗ്യം അത്ര നല്ലതല്ലാത്തവർ ഈ പാത സ്വീകരിക്കരുത്, അവർ പമ്പ വഴി വരണം എന്നുള്ള പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം. നമ്മളതിൻ്റെ ചില ക്രമീകരണങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നവരെ നമ്മൾ കുറച്ച് പേഴ്സ്വേഡ് ചെയ്തിട്ട് അവർ നിലയ്ക്കൽ വഴി വരണമെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. കാനനപ്പാത വഴി വരുന്നവർക്ക് ഒരു പാസ് ഏർപ്പെടുത്തുന്നതിനെപ്പറ്റി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും പോലീസുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അത് നിലവിൽ വരും. ഇതൊക്കെയാണിപ്പോൾ പൊതുവായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ നടന്നു പോകുന്ന ഒരു സീസണാണ്. പിന്നെ അന്നദാനം നടത്തുമെന്ന് പറഞ്ഞു. അന്നദാനം നടക്കുന്നുണ്ട്. അതിനകത്തുള്ള മെനുവിലൊരു ചെറിയ പരിഷ്കാരം ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. പിന്നെ കേരളീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും, ചോറും കറിയും പിന്നെ പായസവും പപ്പടവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇടയ്ക്ക് സീസൺ ആരംഭിച്ച് പകുതി വെച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ചില പ്രായോഗിക സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചിട്ട് അത് 21-ാം തീയതി തൊട്ട് പ്രാബല്യത്തിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചാടിക്കയറി എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം പ്രശ്നങ്ങളുണ്ടാവാനും പാടില്ല. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് 21-ാം തീയതി തൊട്ട് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ കൊടുക്കുന്ന, സദ്യ എന്ന് പറഞ്ഞുകൂടാ, കേരളീയമായ ചോറും കറിയും പായസവും ഒക്കെ കൊടുക്കുന്ന പരിപാടി നമ്മൾ 21-ാം തീയതി തൊട്ട് ആരംഭിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് പൊതുവായിട്ട് ഇന്ന് ശബരിമലയിൽ നടക്കുന്നത്. സ്പോട്ട് ബുക്കിങ്ങിന് ഇപ്പോൾ മണ്ഡലപൂജ പ്രമാണിച്ചിട്ട് 5000 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കടുംപിടുത്തമില്ല, നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ ഗ്രൂപ്പായിട്ട് വന്ന് 10 സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കും. അതൊക്കെ കോടതി നമുക്ക് അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. ആളുകളുടെ വരവനുസരിച്ചിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നല്ലാതെ ഇപ്പോൾ 5000 എന്നുള്ള നിലയ്ക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്.